ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെം ജേണി. ആടുജീവിതം ദി ഗോട്ട് ലൈഫ്, അതിനെക്കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം, യൂട്യൂബിൽ മാത്രമല്ല, ബാക്കി നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റഗ്രാം എടുത്താൽ പോലും ഷോർട്സിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ ആടുജീവിതത്തിന്റെ പ്രൊമോഷൻ വർക്കുകളും അതിൽ പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ സംസാരിച്ചിട്ടുള്ളതും. എന്തിന് യൂട്യൂബിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് ഇപ്പോൾ നമ്മൾ കാണുന്നത് റഹ്മാന്റെ ആണ്. റഹ്മാൻ ഇന്റർവ്യൂ അങ്ങനെ നമുക്ക് കാണാൻ കിട്ടാറില്ല. മാത്രമല്ല, മലയാളത്തിലേക്ക് പുള്ളിക്കാരൻ ഒരു തിരിച്ചുവരവാണ്. പൃഥ്വിരാജിന് വേണ്ടി ഇതിനു മുമ്പ് ഓഡിയോ ലോഞ്ചിലൊക്കെ പങ്കെടുത്ത് വെള്ളി നക്ഷത്രമുള്ള വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അതിനുശേഷം വീണ്ടും വന്നിരിക്കുന്നത് ആടുജീവിതത്തിന് വേണ്ടി, പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. അതിന് ഒരുപാട്, അത് നിരത്തി, ഇത് പരക്കെ ഇന്റർവ്യൂ കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്നത്. അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു വിവരദോഷിയായ, വളരെ വിവരദോഷിയായ ഒരു ആങ്കർ ഒരു പൊട്ട ചോദ്യം ലാലേട്ടൻ ഓഡിയോ ലോഞ്ചിൽ വന്നപ്പോൾ ലാലേട്ടനോട് ചോദിക്കേണ്ടത്, പൃഥ്വിരാജിനെ നിർത്തിക്കൊണ്ട് തന്നെ. അതായത് ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ട് ബ്ലസ്സി ലാലേട്ടനെ നജീബായിട്ട് കൺസിഡർ ചെയ്തില്ല? വാട്ട് എ ക്വസ്റ്റ്യൻ അല്ലേ, ചോദിക്കാൻ പറ്റിയ ചോദ്യം. എന്തായാലും അതിന് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു മറുപടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൂള ചോദ്യമാ മീരെ എന്നാണ് ഇത് ഇട്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഈ ട്രോളിൽ വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, റെഡി. തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാർ തലകുത്തി നിർത്തി. അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട ഒരു ഡയറക്ടർ കൂടിയാണ് ബ്ലെസ്സി സാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കഷ്ടപ്പാട്. കഷ്ടപ്പാടല്ല, തലകുത്തി നിർത്താനായിരിക്കും. വളരെ ഈസി അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എന്നാലും ലാലേട്ട എല്ലാരും പറഞ്ഞു ബ്ലെസ്സി സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഷിപ്സ് അദ്ദേഹം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, 98 kgs നിന്നാണ് ഒരു 61, 62 ആ ഒരു റേഞ്ചിലേക്ക് വിത്തിൻ മന്ത്സ് ആണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൃത്യം നടത്തിയത്. ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നു. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ലാൽ സർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത്? ബ്ലെസ്സി സർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത്? ബ്ലെസ്സി വലിയ കാര്യം, നല്ലൊരു കാര്യമാണ്. വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. മോഹൻലാല് തിരിച്ച് ഊക്കി വിട്ടു എന്നുള്ളതാണ്. കാരണം അല്ല, ആ ചോദ്യം ഇത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മോട് ഇത് കുറച്ചാളുകൾ എനിക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പേ കണ്ടിരുന്നു പക്ഷെ വീഡിയോ. പക്ഷെ എന്നാൽ ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയച്ച ആളുകൾക്ക്, അപ്പോൾ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് അയച്ച ആളുകൾക്ക്, അപ്പോൾ തന്നെ കുറച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ എനിക്ക് തോന്നി ഇത് പറയണമെന്ന്. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പൃഥ്വിരാജ് അവിടെ ഇരിക്കുന്നുണ്ട്, ബ്ലെസ്സിനോട് ഡയറക്റ്റ് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ലാലേട്ടനൊരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ അത് വേറെ രീതിയിലൊക്കെ ചോദിക്കണം. ഇപ്പോൾ അങ്ങനെ ഒരു നജീബ് എന്ന് പറഞ്ഞ വേഷം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിലൊക്കെ. അത് നേരെ തിരിച്ച് ഇവർ ഓൾറെഡി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് അതിൽ അഭിനയിച്ച് നജീബായിട്ട് ചെയ്ത് പൃഥ്വിരാജ് അടക്കം അവിടെ നിൽക്കുമ്പോൾ ലാലേട്ടൻ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കാൻ വന്ന ആളോട് വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും ബ്ലെസ്സി സാർ ലാലേട്ടനെ കൺസിഡർ ചെയ്യാതിരുന്നത് നജീബായിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞാൽ തിരിച്ചു ഊക്കി അങ്ങ് വിടുക എന്നുള്ളത് മാത്രമാണ്. ഇതിന്റെ താഴെ തന്നെ കമന്റ് കുറെ വന്നിട്ടുണ്ട്, ഇത്രയും വിവരദോഷിയായിട്ടുള്ള ആങ്കർ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തായാലും ആവട്ടെ. അപ്പോ ആ ഒരു വിവരദോഷിത്തരം ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് രണ്ട് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സില്ലി മോങ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ ബെന്യാമിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ, അതായത് സിനിമ കണ്ടതിനെ കുറിച്ച് ബെന്യാമിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, കാരണം ഏത് ട്രെയിലർ ആണെങ്കിലും എന്ത് അപ്ഡേറ്റ് വന്നുള്ളതിന്റെ താഴെ പറയാറുണ്ട് മലയാളത്തിന്റെ ആദ്യ ഓസ്കാർ, അല്ലെങ്കിൽ ഓസ്കാറിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ നാഷണൽ അവാർഡിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ബെന്യാമിനോട് ചോദിച്ചപ്പോഴും അത് നിങ്ങൾ അങ്ങനെ ഒരു നാഷണൽ രീതിയിലൊരു അപ്പിയറൻസ്, അല്ലെങ്കിൽ അവിടെ ഒരു ശ്രദ്ധ കിട്ടുക എന്നുള്ള രീതിയിൽ തന്നെ പ്രതീക്ഷ ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്ന മറുപടി ഉണ്ട്. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. റെഡി. സിനിമയ്ക്ക് അങ്ങനെ ഒരു വലിയ ദൃശ്യ സാധ്യതയുണ്ടല്ലോ. നമുക്ക് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നതിനേക്കാൾ മനോഹരമായി സങ്കല്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത പുതിയ കാലത്ത് സിനിമയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വളരെയധികം സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം സിനിമ കണ്ടിടത്തോളം, ഞാൻ പൂർണ്ണ രൂപത്തിൽ കണ്ടില്ല,
പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുറേ ഭാഗങ്ങൾ കണ്ടതിൽ നിന്ന് എനിക്ക് വളരെ സംതൃപ്തിയാണ് തോന്നിയത്. കാരണം ദീർഘകാലമായി എടുത്തിട്ടുള്ള ഒരു എഫേർട്ട്, ബ്ലെസ്സി എടുത്തിട്ടുള്ള എഫേർട്ട്, പൃഥ്വിരാജ് എടുത്തിട്ടുള്ള എഫേർട്ടൊക്കെ ഫലവത്തായി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പൂർണ്ണ രൂപത്തിലാവുമ്പോൾ നിശ്ചയമായിട്ടും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശരിയല്ലേ, എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുന്ന സിനിമയായിരിക്കും വിചാരിക്കുന്നു കണ്ടിടത്തോളം. മിക്ക ഭാഗം പുള്ളിക്കാരൻ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകും. സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ആടുജീവിതം എന്ന് പറഞ്ഞ പുള്ളി എഴുതിയ കഥ വെച്ചിട്ടാണ് ഈ പരിപാടി മൊത്തം നടക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകും. ഇനി ഞാൻ പറഞ്ഞ പോലെ നാഷണൽ രീതിയിൽ ഒരു അപ്പിയറൻസ് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്തതെന്ന് കൂടി നോക്കിയിട്ട് വരാം. റെഡി? അപ്പോൾ അതിനൊരു ഇൻ്റർനാഷണൽ അപ്പീൽ ആവണം, അതിനൊരു എന്താ പറയുക, നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു ഓസ്കാർ അവാർഡിലേക്കുള്ള ഒരു മെറ്റീരിയൽ ആവണം എന്നുള്ളൊരു തോട്ടിലായിരിക്കണമല്ലോ അതൊക്കെ തുടങ്ങുന്നത്. ഞങ്ങൾ പറഞ്ഞതുപോലെ അതൊരു അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അത്തരത്തിൽ അപ്പീലുള്ള ഒരു സിനിമ ആവണമെന്ന തരത്തിൽ തന്നെയാണ് ഇന്നോളം വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ഇതും ആ തരത്തിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മലയാളം അങ്ങനെ ഒരു അന്തർദേശീയ തലത്തിൽ ആ സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനൊരു ഏകദേശം ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉറപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും നമ്മളൊക്കെ ഈ കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഞാനടക്കമുള്ള നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഇത് ഒരു ഓസ്കാർ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡ് തീർച്ചയായിട്ടും ഇത് ആടുജീവിതത്തിന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ, അതായത് കഥ വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലാത്തവരുടെ കാര്യം എനിക്കറിയില്ല. സോ വായിച്ചിട്ടുള്ള എല്ലാവർക്കും തോന്നും ആ രീതിയിൽ സിനിമ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും. അത്രമാത്രം നമ്മളെ ഉള്ളിലേക്ക് ചെന്നിട്ടുള്ളൊരു കഥയാണ് ഈ, അല്ലെങ്കിൽ നടന്നൊരു സംഭവമാണ് ഇത്, ഈ ആടുജീവിതം. അതിൽ നജീബും അയാളുടെ അവസ്ഥയും ഒക്കെ. സോ ഇവരുടെ ഫുൾ ടീം അത്തരത്തിലൊരു ഇന്റർനാഷണൽ രീതിയിൽ അപ്പീൽ ആവണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചതെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടും എന്നുള്ളതാണല്ലോ. നമ്മുടെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് അവരതിന് ശ്രമിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കിട്ടുന്ന ഏറെക്കുറെ ഉറപ്പായി എന്നല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലും മികച്ച സിനിമകൾ വന്നാൽ അങ്ങനെ ആയിരിക്കും. എന്നാലും അവരതിന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. ഇനി തൊട്ട് മുമ്പ് കുറച്ച് നേരത്തെ പൃഥ്വി ഇട്ടൊരു പോസ്റ്റാണ്. സാധാരണ നോർമലി നമ്മുടെ ട്രെയിലറിൽ വന്നിട്ടുള്ള ഒരു പിക്ക് തന്നിട്ടാണ് പുള്ളി പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതായത് മലയാളം ലൈവ് സൗണ്ട്, മലയാളം ലൈവ് സൗണ്ട് ആണല്ലേ, ഓഹോ ഓക്കെ. തമിഴ്, തെലുഗു, കന്നഡ ആൻഡ് ഹിന്ദി ഡബിംഗ് ഡൺ. ടു ഹാവ് ലിവ്ഡ് ദിസ് ഹോൾ ക്യാരക്ടർ ആർക്ക് once and then to revisit it 4 more times in 4 different languages. Epic എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Relive the unbelievable true story of Najib in theaters worldwide from 28/3/2024. 4 തവണ, അതായത് ഓഫ് കോഴ്സ് മലയാളത്തിൽ ലൈവ് സൗണ്ട് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിവേ അതിനല്ലാണ്ട് 4 ലാംഗ്വേജിലും കൂടി ഇത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ക്യാരക്ടറായിട്ട് ജീവിക്കാതെ, കാരണം അത് ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഡബ് ചെയ്തിട്ടുണ്ടാവുക. അത് എപ്പിക് എന്ന് പറഞ്ഞിരുന്നത് പുള്ളി ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഡബ് ചെയ്തിട്ടുള്ള നജീബായിട്ട് ആ ഒരു ജീവിക്കുക എന്ന് പറയില്ലേ, അത്തരത്തിൽ ആ ഒരു ഫീൽ ആയിരിക്കും ചിലപ്പോൾ എപ്പിക് പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആ ഓൾ സിനിമ ഒരു എപ്പിക് സിനിമയായിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മലയാളത്തിൽ നിന്നുള്ള ഒരു എപ്പിക് സംഭവമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മളോട് ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾ എന്താ പറയാ റിയാക്ട് ചെയ്യാൻ പറഞ്ഞുള്ള ഒരു സംഭവമാണ് ആടുജീവിതം BGM. അറിയാലോ, ട്രെയിലറിലൊക്കെ BGM ആ ഫ്ലൂട്ടിന്റെ ഒക്കെ ഒരു പോർഷൻ ഭയങ്കരമായിരുന്നു. ഇതിലൊരു സോങ് വന്നിട്ടുണ്ട്, സോങ്ങിന്റെ ലിങ്ക് ഒരാൾ അയച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ചാനലിൽ വന്ന സംഭവമായിരുന്നു. പക്ഷെ അത് ഒറിജിനൽ അല്ല, അത് എവിടുന്ന് റെക്കോർഡ് ചെയ്ത് വന്നോ ലീക്ക് ചെയ്തോ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അത് വെറുതെ നമ്മളിപ്പോൾ എടുത്ത് വെറുതെ കാച്ചണ്ട എന്ന് വിചാരിച്ചു. കാരണം ഒഫീഷ്യൽ ഇവർ എന്തായാലും പുറത്തു വിടായിരിക്കും. ആ ഒരു അറബിയിലുള്ള സോങ് നല്ല കേൾക്കാൻ നല്ല രസം, ഞാൻ കേട്ടു. നിങ്ങളും കുറെ ആളുകൾ കേട്ടിട്ടുണ്ടാകും, കാരണം 1-2 സ്ഥലങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. പക്ഷെ ഒഫീഷ്യലി വന്നിട്ടില്ല. എന്തായാലും ഇത് പിന്നെ ആ BGM വന്നാണ്. ആ BGMന്റെ ഒരു സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ആലോചിക്കുന്നത്, ബ്ലെസ്സി ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു A റഹ്മാനോട് ഈ സോങ് എക്സ്പ്ലെയിൻ ഏത് തരത്തിൽ സോങ് വേണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് സ്വർഗത്തിൽ നിന്നും ഒരു സംഗീതം ഭൂമിയിലേക്ക് ഒഴുകി വന്നു എന്നാണ് പറഞ്ഞത്. സോ അത്തരത്തിൽ ഒരു പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലൂട്ട് പോർഷൻ കൂടി ആയിരിക്കും അത്. ഇനിവേ കേട്ടു നോക്കാം. ചടിക്കാണ് അതിലേക്ക് ഫീലിലേക്ക് മാറുന്നത് നമ്മളെ മൈൻഡ്.
മരുഭൂമിയിലെ കാറ്റ് പോകുന്ന ഒരു സംഭവം പോലും റെസ്റ്റായിട്ട് വന്നിരിക്കണം അല്ലേ. ഇത് നിങ്ങൾ വേണമെങ്കിൽ അടിവരായിട്ട് വെച്ചോളൂ. കാരണം തിയേറ്റേഴ്സ്, ഏത് തിയേറ്ററിലാണെങ്കിലും നമ്മൾ ഇരുന്ന് കാണുന്ന സമയത്ത് നജീബിന്റെ ഒരു ഇമോഷണലി പുള്ളിക്കാരൻ അത്രയ്ക്ക് ഇങ്ങനെ പ്രഷറിൽ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സംഭവം അയാളുടെ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ, ജസ്റ്റ് പുള്ളീന്റെ ഒരു ക്ലോസ് മാത്രം ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ പുള്ളീന്റെ ഒരു ബാക്ക് പോർഷൻ മാത്രം വെച്ചിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഒരു മ്യൂസിക് തരുന്ന സമയത്ത് കണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ കണ്ണ് നിറയാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ മുഴുകിയിരിക്കുന്ന ഒരു അവസ്ഥ, എ റഹ്മാൻ മാജിക് എന്താണെന്നുള്ളത് നമ്മൾ ഇതിലൂടെ അറിയും എന്ന് തന്നെ വിചാരിക്കുന്നു. സീരിയസ്ലി 28-ാം തീയതി ആയിരുന്നെങ്കിൽ എന്ന ഭയങ്കര, കാരണം വളരെ നമുക്കിപ്പോ എനിക്ക് തോന്നുന്നു ലിയോ സിനിമ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 സിനിമകളൊക്കെ കണ്ടായിരുന്നു. എത്തിയിരുന്നെങ്കിൽ, ആ ഡേറ്റ് എത്തിയിരുന്നെങ്കിൽ, അങ്ങനെ മലയാളത്തിൽ നിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു ആ സിനിമ ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് റിലീസ് ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നൊരു സിനിമ വരുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമ ഉണ്ടായിരുന്നു. ഇപ്പൊ മലയക്കോട്ട വാലിബൻ ഒരുപാട് കാത്തിരുന്ന സിനിമയാണ്, ബ്രഹ്മയുഗം ഒരുപാട് കാത്തിരുന്ന സിനിമയാണ്. അങ്ങനെ സിനിമകളില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ പറയില്ലേ, ഒന്ന് 28-ാം തീയതി ആയിരുന്നെങ്കിൽ, ഒന്ന് റിലീസ് ഡേറ്റ് ആയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് വളരെ റെയർ ആയിട്ട് ചില സിനിമകൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഉള്ളിലെ ആകാംക്ഷ ഇങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇത്, അങ്ങനെയുള്ള ഒരു സംഭവം മലയാളത്തിൽ നിന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും സിനിമ ഇതല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക. അതല്ല, ഈ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. എന്ത് മ്യൂസിക് ആണല്ലേ. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ട ഒരു ആടുജീവിതത്തിനെ കുറിച്ച്, അത് നിങ്ങളും ഇപ്പോൾ ഒരുപാട് അറിഞ്ഞിട്ടും ഉണ്ടാവും. എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ, അത് മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഏത് ഭാഷ എടുത്താലും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. നമ്പർ 1 സ്ഥാനത്ത് തന്നെ ഉള്ള സിനിമയാണ് ആടുജീവിതം. അത് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ മലയാളത്തിന്റെ ഒരു അഭിമാന സിനിമയായി മാറട്ടെ. മഞ്ഞുമൽ സിനിമ മാറ്റിയ പോലെ അല്ല, അതിനും അപ്പുറത്തേക്ക് തമിഴിൽ മാത്രമല്ല ഹിന്ദിയിലും മൊത്തത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ അത് വലിയ രീതിയിൽ ഓളം സൃഷ്ടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ